അപ്പോൾ നമ്മളെ പ്രഭാഷണത്തിന്റെ സമയമായി. പാരായണം ഇവിടെ നിർത്തുകയാണ്. ഇനി 8:30 വരെ പ്രഭാഷണം കേൾക്കാം. അപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം ഭഗവാന്റെ വരാഹ അവതാരം വായിച്ചു പറഞ്ഞു. അതിനുശേഷം 20-ാമത്തെ അധ്യായത്തിൽ സന്ധ്യ ഉണ്ടായത് പറയാൻ, സന്ധ്യയുടെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. 21-ാമത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് കർദമ പ്രജാപതിയുടെ തപസ്സാണ്. പുസ്തകമുള്ളവർക്ക് നോക്കിയിരിക്കാം. അധ്യായം 21, തൃതീയ സ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായം മുതൽ പറഞ്ഞു തുടങ്ങാൻ. കർദമൻ ബ്രഹ്മാവിന്റെ മാനസ സന്താനമാണ്, സങ്കല്പ സൃഷ്ടിയാണ് കർദമ പ്രജാപതി. അദ്ദേഹത്തോട് ബ്രഹ്മാവ് പറയാണ്, പ്രജാ സൃജേതി ഭഗവൻ കർദമോ ബ്രഹ്മണോദിത. കുടുംബജീവിതം ഉണ്ടാവട്ടെ, ധാരാളം മക്കൾ ജനിക്കട്ടെ. സൃഷ്ടിയുടെ ആദ്യകാലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവണം എന്നതുകൊണ്ട് പ്രജകൾ ഉണ്ടാവാൻ വേണ്ടി, കുടുംബജീവിതം ഉണ്ടാവാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കൂ, തപസ് ചെയ്യൂ. കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നല്ല കുടുംബജീവിതം ഉണ്ടാവുക, നല്ല മക്കൾ ജനിക്കുക. ഇതാണ് നമ്മുടെ സങ്കല്പം. അതനുസരിച്ച് ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് കർദമ പ്രജാപതി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ? സരസ്വത്യാം തപസ്തേപേ. സരസ്വതി നദീ തീരത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനവധി കാലമായിട്ട് തപസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് ഭഗവാൻ വരുവോ ഇല്ലേ, എപ്പോഴായിരിക്കും വരിക എന്നുള്ള സങ്കല്പങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശങ്കകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ എപ്പോഴാ വരിക, അത് ഭഗവാന്റെ കാര്യം. എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങേയറ്റം ശക്തിയായി ഭക്തിയോട് കൂടിയിട്ട് ജപിക്കുക, തപസ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ എന്ന ബോധത്തോടെ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമില്ല പരിഭവം. അങ്ങനെ ഇരിക്കെ 8-ാമത്തെ ശ്ലോകം നോക്കൂ. താവൽ പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ. കൃതയുഗത്തിൽ പുഷ്കരാക്ഷനായിരിക്കുന്ന ഭഗവാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ദർശയാമാസ, അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാനെ കർദമ പ്രജാപതി അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. കർദമ പ്രജാപതിയുടെ സ്തുതി ഋഷിരുവാച 13-ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞു. ജുഷ്ടം ബതാദ്യാഖില സത്വരാശേ സാംസിദ്ധ്യമക്ഷ്മോസ്തപദർശനം. ഭക്തന്മാരുടെ അഭിപ്രായത്തിൽ കണ്ണുകൾ എന്തിനാ തന്നത് ഭഗവാൻ? ഭഗവാന്റെ രൂപം കാണാൻ വേണ്ടി. ഭക്തന്മാരെപ്പോഴും അങ്ങനെയാണ് പറയുക. കാതെന്തിനു തന്നു ഭഗവാൻ? നാരായണന്റെ കഥ കേൾക്കാൻ, നാരായണന്റെ ചരിതം കേൾക്കാൻ വേണ്ടി, ഭഗവാന്റെ ചരിത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചെവി, ഭഗവാന്റെ രൂപം കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണ്. ഇത് ഭക്തന്മാരുടെ എല്ലായ്പ്പോഴുമുള്ള അഭിപ്രായമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ആ സങ്കല്പം അനുസരിച്ച് ചിന്തിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള സാഫല്യം ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഭഗവാനെ കണ്ടില്ലേ, മഹാഭാഗ്യം. ഇനി ഞാൻ അങ്ങയോട് പറയട്ടെ, എനിക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടായാൽ കൊള്ളാം, വിവാഹ ജീവിതം ഉണ്ടായാൽ കൊള്ളാം, കുടുംബം ഉണ്ടായാൽ കൊള്ളാം, കുട്ടികൾ ഉണ്ടായാൽ കൊള്ളാം എന്ന് ദുരാശയ, കുറച്ചൊരു വിഷമത്തോടെയാണ് ഞാൻ പറയുന്നർത്ഥം. കാരണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക? നോക്കൂ, ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ കണ്ടാൽ പ്രാർത്ഥിക്കേണ്ടത് മനഃശുദ്ധിക്ക് വേണ്ടി, കൂടുതൽ വിശുദ്ധമായ ഭാവം മനസ്സിലുണ്ടാവാൻ വേണ്ടി ആണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും വസ്തുക്കൾ വേണം, വസ്തുക്കൾ വേണം എന്ന് വിചാരിക്കുന്നു. അതിന് പകരം ഋഷിയുടെ അഭിപ്രായത്തിൽ എന്താ വേണ്ടേ? സംശയമില്ല, ധാരാളമായി മനഃശുദ്ധി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാൻ. എല്ലാം ഭഗവാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭഗവാൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടിയന്മാരായി പോകില്ലേ? എല്ലാം ഭഗവാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കൂ. എല്ലാം ഭഗവാൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടിയന്മാരായി പോകില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഭഗവാൻ നമുക്ക് കൂടുതൽ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ശക്തി, വിശ്വാസം, അതുപോലെ ആത്മവിശ്വാസം, കരുത്ത് ഇതൊക്കെ നൽകണം എന്നുള്ളതാണ്. ഇതാണ് വേണ്ടത്. അതെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ എപ്പോഴും എനിക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. അത് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും? ചിന്തിച്ചു നോക്കൂ. എപ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടത്? നല്ല ബുദ്ധി ഉണ്ടാവണേ. വേദത്തിലെ ചില പ്രാർത്ഥനകൾ പറയട്ടെ. വേദത്തിലെ ചില പ്രാർത്ഥനകൾ: ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. വേദത്തിലെ ഒരു പ്രാർത്ഥനയാണ്. എന്താ വാക്കിനർത്ഥം? ഭദ്രം, മംഗളമായത്, കർണേഭി, ചെവിയിലേക്ക് എപ്പോഴും നല്ല വാക്കുകൾ വരേണമേ. അക്ഷഭിര്യജത്ര,
കണ്ണുകളെ കൊണ്ട് എപ്പോഴും നല്ലത് കാണാൻ സാധിക്കണമേ. ജിഹ്വാമേ മധുമത്തമ, തേനൂറുന്ന വാക്ക് പറയാൻ എപ്പോഴും സാധിക്കണമേ. ഇതൊക്കെയാണ് പ്രാർത്ഥന. ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടത്. കാരണം നോക്കൂ, നല്ലത് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി നല്ലത് കാണാൻ ശ്രമിക്കില്ലേ? നല്ലത് എപ്പോഴും കേൾക്കുന്ന ഒരു വ്യക്തി നല്ലത് കാണാൻ ശ്രമിക്കും, സംശയമില്ല. നല്ലത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് നല്ല വാക്ക് പറയാൻ തോന്നില്ലേ? നല്ല വാക്ക്, ഇനി ശ്രദ്ധിക്കൂ, നല്ല വാക്ക് പറയുകയും നല്ലത് കേൾക്കുകയും നല്ല ചിന്തകൾ മനസ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ലത് ചെയ്യാൻ തോന്നും, സ്വാഭാവികമായിട്ടും നല്ല ഫലം ലഭിക്കുകയും ചെയ്യും. ഇതാണ് സങ്കല്പം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞു, എന്റെ ആഗ്രഹം എന്താണ്? ഒരു വിവാഹം കഴിഞ്ഞാൽ കൊള്ളാം. ഉപേയിവാൻ മൂലം അശേഷമൂലം ദുരാശയ കാമദുഃഖംഘ്രിപസ്യ തഥാ സജാഹം പരിവൂഢുകാമ സമാനശീലാം ഗൃഹമേധേനും. അതുകൊണ്ട് സമാനശീലയായ ഒരു കുട്ടിയെ കിട്ടിയാൽ കൊള്ളാം വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴോ ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെയും എനിക്ക് മുമ്പേ അറിയാവുന്നതാണ്. നോക്കൂ ഭഗവാൻ പറയുന്നത് എന്ന് പറഞ്ഞ അർത്ഥം, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പോലും ഭഗവാന് അറിയാം. നോക്കൂ, ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ ഉറച്ച കവികൾക്കാണ് എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പാടാൻ കഴിയുക. അല്ലാതെ പാടാൻ കഴിയോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോ ഭഗവാൻ അറിയാം ഓരോരുത്തർക്കും ഏതേത് സമയത്ത് എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കരുത്, അതും ഭഗവാൻ അറിയാം. ചിലത് നമുക്ക് കിട്ടിയാൽ നമ്മൾ നശിക്കാനാണ് സാധ്യത, ചിലത് നമുക്ക് കിട്ടിയാൽ നമ്മൾ നേരെയാവും. അപ്പൊ ഭഗവാൻ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ളത് നൽകുകയും ആവശ്യമില്ലാത്തത് തരാതിരിക്കുകയും ഭഗവാൻ ചെയ്യുന്നർത്ഥം. നമ്മൾ എന്തേ വേണ്ടു? നമ്മളെ ചിന്തയ്ക്കനുസരിച്ച് പ്രവൃത്തി ചെയ്യുക. നല്ല ചിന്ത ഉണ്ടാവാൻ നല്ല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. ഇത് ഉറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് ഇനി പ്രാർത്ഥിക്കും, എന്ത് പ്രാർത്ഥിക്കണം? സംശയമില്ലാതെ ഉറച്ചു പ്രാർത്ഥിക്കണം. ഭഗവാനെ നല്ലത് കേൾക്കാൻ ദിവസവും സാധിക്കണമേ, നല്ലത് കാണാൻ ദിവസവും സാധിക്കണമേ, നല്ല മനുഷ്യരുമായിട്ട് ചേരാൻ ദിവസവും സാധിക്കണമേ, നല്ല വാക്ക് പറയാൻ എപ്പോഴും സാധിക്കണമേ. ഉറപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, ഒരു സംശയമില്ല. അത് മതി. നോക്കൂ, നല്ലത് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് പിന്നെ എല്ലാം ആയില്ലേ? അയാൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും എന്ത് കിട്ടിയില്ലെങ്കിലും ഭക്തിയോടുകൂടി വിജ്ഞാനത്തോടുകൂടി ഉറച്ചിരിക്കാൻ പറ്റുന്ന അർത്ഥം. ഇതാണ് താല്പര്യം. അപ്പൊ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല, അങ്ങ് ഇവിടെ തന്നെ ഇരിക്കൂ. അങ്ങേക്ക് വിവാഹപ്രായമായി എന്നുള്ളതിനനുസരിച്ച് അങ്ങേക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം പറഞ്ഞില്ലേ, സ്വായംഭുവ മനു ശതരൂപ രണ്ടുപേര്, അവർക്ക് 5 മക്കളാണ്. ഈ 5 മക്കളുടെ കഥയാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ പറയാം. ആ മക്കളുടെ പേര് ദേവഹൂതി, ആകൂതി, പ്രസൂതി. 2 ആൺകുട്ടികള്, പ്രിയവ്രതൻ, ഉത്താനപാദൻ. ഇവരുടെ കഥയാണ് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ പറയാം. അതില് ദേവഹൂതി എന്ന പെൺകുട്ടിയെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇങ്ങോട്ടുള്ള വരവുണ്ടായിരിക്കും. ആരുടെ? സ്വയംഭുവ മനുവിന്റെ. അപ്പൊ സ്വയംഭുവ മനു അദ്ദേഹത്തിന്റെ മകളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും. എപ്പോ? പരശ്വഹ, മറ്റന്നാള്. അദ്യ ഇന്ന്, ശ്വഹ നാളെ, പരശ്വ മറ്റന്നാൾ ഇങ്ങോട്ട് വരും. വിവാഹം കഴിക്കൂ. വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിതം ആരംഭിക്കൂ. ഞാൻ തന്നെ കപിലവാസുദേവനായി അവതരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ ഇനി വേണമെങ്കിൽ തപസ് നിർത്തിക്കൂടെ? കാര്യം കഴിഞ്ഞില്ലേ? ഭഗവാന്റെ തപസ് നിർത്താം വേണമെങ്കിൽ. പക്ഷെ നിർത്തുവോ? നിർത്തില്ല. ഉത്തമ ഭക്തന്മാര് ഭഗവാനെ ഭജിക്കുന്നത് നിർത്തേയില്ല, എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേകമായ ലക്ഷ്യം വെച്ചുകൊണ്ടൊന്നുമല്ല ഭജന, ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിർത്തണമെന്ന് തോന്നിയതേ ഇല്ല എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് ഭഗവാൻ വന്നതുപോലെ സ്വയംഭുവ മനുവിന്റെ കൊട്ടാരത്തിലേക്ക് നാരദ മഹർഷി ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ മകള് വിവാഹപ്രായമായില്ലേ? വിവാഹപ്രായമായ അങ്ങയുടെ മകൾക്ക് അനുരൂപനായ ഒരു വരൻ ഉണ്ട്. എവിടെ? സരസ്വതീ നദീ തീരത്ത് താമസിക്കുന്നു. കർദമൻ എന്ന പേര്. അദ്ദേഹത്തിന് മകളെ വിവാഹം ചെയ്ത് നൽകൂ, നല്ലത് വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. നാരദ മഹർഷി പോകുന്നു. നോക്കൂ,
36 ശ്ലോകം. മനുസ്യന്തനമാസ്ഥായ ശാതകൗംഭപരിച്ഛദം ആരോപ്യ സ്വാം ദുഹിതരം സഭാര്യ പര്യടൻ മഹീം. സഭാര്യ ഭാര്യയോടുകൂടി ആരോപ്യ സ്വാം ദുഹിതരം മകളെ രഥത്തിലേക്ക് കയറ്റിയിരുത്തി. രഥം സ്യന്തനം എന്ന് പറഞ്ഞ രഥം, രഥത്തിൽ കയറ്റിയിരുത്തി അവര് പുറപ്പെട്ടു വരികയാണ്. എവിടേക്ക്? മനുവിനെ ഈ കർദമ പ്രജാപതിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ വന്നു. വരുമ്പോ എന്താ കാണുന്നത്? അതിമനോഹരമായ ആശ്രമം. ആ ആശ്രമത്തിന്റെ യോഗ്യത പിന്നീട് പറഞ്ഞത് പുണ്യം ശിവാമൃത ജലം, അതിമനോഹരമായ പുണ്യമായ ജലം. മഹർഷിഗണസേവിതം പുണ്യദ്രുമലതാജാലൈ കൂജൽ പുണ്യമൃഗദ്വിജൈ. പുണ്യമൃഗങ്ങൾ താമസിക്കുന്ന, പുണ്യവൃക്ഷങ്ങളുള്ള, പുണ്യമായ പക്ഷികളുടെ കൂജനമുള്ള അതിമനോഹരമായിട്ടുള്ള ആശ്രമത്തിലേക്ക് അദ്ദേഹം വരുന്നു എന്നാണ്. അവൻ വരുമ്പോ എന്താ കാണുന്നത്? 45 ശ്ലോകം. ദദർശ മുനിം ആസീനം തസ്മിൻ ഹുതഹുതാശനം. ഹോമങ്ങളും പൂജകളും ഒക്കെ ചെയ്തുകൊണ്ട് ഈശ്വര ഭക്തിയോട് കൂടിയിട്ടിരിക്കുന്ന ആ കർദമ പ്രജാപതിയെ കണ്ടു. അദ്ദേഹം ഇപ്പോഴും ഈശ്വരഭജനം ചെയ്തുകൊണ്ടിരിക്കാൻ, ഹോമം ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, ഭക്തിയോട് കൂടിയിട്ടിരിക്കുന്ന അദ്ദേഹത്തെ കാണുന്നു എന്നാണ്. കണ്ടതോട് കൂടിയിട്ട് രണ്ടുപേരും തമ്മിലുള്ള കുശല പ്രശ്നമാണ്. സ്വയംഭുവ മനുവും കർദമ പ്രജാപതിയും തമ്മിലുള്ള കുശല പ്രശ്നം, നല്ല കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യവും ഉത്തരവും. നോക്കൂ, എന്തൊരു മനോഹരം എന്നറിയോ സംഭാഷണം. രാജാവ് മഹർഷിയെ കണ്ടിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള മഹർഷിമാര് കാട്ടില് സദ്ബുദ്ധിയോട് കൂടിയിട്ട് ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥായിട്ട് ഭരിക്കാൻ കഴിയുന്നത് എന്ന് രാജാവ് ഇങ്ങോട്ട് പറഞ്ഞു. രാജാവിനോട് മഹർഷി പറയാണ്, നിങ്ങള് രാജാക്കന്മാര് കൃത്യമായി രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഭജിക്കാൻ കഴിയുന്നതെന്ന് അവരും പറഞ്ഞു. നോക്കൂ, പരസ്പര ബഹുമാനം. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട്, കുറച്ച് പേരുള്ളതുകൊണ്ടല്ലേ പറയാൻ പറ്റുന്നേ. ഒരാളും ഇല്ല, എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, എന്താ ഇരിക്കുന്നതിന്റെ കാര്യം? ഒരാൾ ഇവിടുന്ന് പറയുന്നു, അത് ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ. അപ്പൊ പറയുന്നതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നില്ല. ഒന്നും ഇല്ലാണ്ട് അവിടെ നോക്കി ഇങ്ങനെ ഇരിക്കുമോ? നിങ്ങൾ ഇരിക്കില്ല. അപ്പോ നമ്മൾ തമ്മിൽ ആരാ യോഗ്യത കൂടുതലുള്ളവര്, ആരാ യോഗ്യത കുറഞ്ഞവരെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. നമ്മൾ എല്ലാവരും ഭക്തന്മാര്. പറയുന്നത് കൊണ്ടാണ് കേൾക്കാൻ ആളിരിക്കുന്നത്, കേൾക്കാൻ ആളിരിക്കുന്നതുകൊണ്ടാണ് പറയാൻ ആളുണ്ടാവുന്നത്. ഈ പരസ്പര ബഹുമാനം, ഞാൻ നിങ്ങളെ നല്ലോണം ബഹുമാനിക്കേണ്ടതാണ്, നിങ്ങൾ എന്നെയും ബഹുമാനിക്കേണ്ടതാണ്. ഈ പരസ്പര ബഹുമാനം ഏത് മേഖലയിലും, അത് ഇവിടെ മാത്രമല്ല, എല്ലാ മേഖലയിലും എല്ലാ വർണ്ണങ്ങളും തമ്മിൽ ഈ പരസ്പര സഖ്യവും ബഹുമാനവുമാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഒന്നൊന്നിനേക്കാൾ മേലെയാണ് ഞാൻ ഇവിടുന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾ കുറെ താഴെയായിരിക്കുന്നത്, ഞാൻ കുറെ മേലെയായിരിക്കുന്നത് എന്ന് വിചാരിച്ചപ്പോ എന്താ അവസ്ഥ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. രണ്ടുപേരും തുല്യം. അതുകൊണ്ട് പറഞ്ഞു, വളരെ മാന്യമായ, വളരെയധികം മാതൃകാപരമായ ഒരു കുശല പ്രശ്നം, ഒരു സംഭാഷണം അവർ തമ്മില്. എന്നിട്ട് അവസാനത്തെ വരി നോക്കൂ. തദ്വയം നിർവ്യലീകേന പ്രതിപദ്യാമഹേ ഹൃദ അഥാപി പൃച്ഛേത്വാം വീര യഥർത്ഥം ത്വം ഇഹാഗത. മഹർഷി ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് പറയൂ. ആ ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ശരിക്കും? എപ്പോഴാ ഭഗവാൻ വന്നേ? ഭഗവാൻ വന്നിട്ട് മറ്റന്നാളെന്ന് പറഞ്ഞില്ലേ? പരശ്വഹ, മറ്റന്നാളെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പുറകോട്ട് ചിന്തിക്കുമ്പോ മിനിയാന്നാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ വന്നിട്ട് സ്വയംഭൂമനു ഇങ്ങോട്ട് വരുമെന്നും മകളെ കൊണ്ടുവരുമെന്നും വിവാഹം കഴിച്ചോളൂ എന്നും ഞാൻ മകനായി ജനിക്കും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ അത് ഈ മഹർഷിയോട് മറന്നു പോയതായിരിക്കുമോ? എന്തിനാ താങ്കൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യം? അതാണ് സംഭാഷണത്തിലെ ധർമ്മബോധം. മാന്യമായ ഒരു നടപടിയാണത്. കാരണം അദ്ദേഹം നന്നായിട്ട് ആലോചിച്ചുകൊണ്ട് കേൾക്കൂ. അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹം പറയട്ടെ. അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അവര് വരുമ്പോഴേക്കും വരികയില്ലേ, മകളെ കല്യാണം കഴിച്ചുകൊണ്ടിരാൻ വേണ്ടി അല്ലേ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് ഒരു നിന്ദയല്ലേ? അല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ചിലർ അങ്ങനെയാണ്, വേറൊരാളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഒക്കെ ഞാൻ പറഞ്ഞോളൂ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ എത്രയോ കാലമായിട്ട് എനിക്കറിയാവുന്നതാണ്. എന്ത് പറയുമ്പോഴും ഈ ഒരു ഇടിച്ചു താഴ്ത്തുന്ന സംസാര ശൈലി പലർക്കുണ്ട് ഇല്ലേ? ഇപ്പോ തണുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, തണുപ്പോ ഇപ്പോഴോ, മുമ്പത്തെ തണുപ്പിന്റെ പകുതി ഉണ്ടോ ഇപ്പം എന്ന് ചോദിക്കും.
മഴയുണ്ട്, വെറുതെ ചോദിക്കുകയാണ്. നമ്മളൊരാളെ കാണുമ്പോൾ എന്തെങ്കിലും ലോകം ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മഴ ഉണ്ടായിരുന്നു ഇല്ല ഇന്നലെ ചോദിച്ചാൽ മഴ പിന്നെ മഴക്കാലത്ത് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ മഴക്കാലത്ത് മഴ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചില്ലേ. ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് പിന്നെ വേനൽക്കാലത്ത് ചൂടുണ്ടാവില്ലേ, സ്വാഭാവികല്ലേ. വേനൽക്കാലത്ത് പിന്നെ മഴ പെയ്ത് തണുക്കുവോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ. അപ്പൊ ഇങ്ങനെ സംഭാഷണത്തിൽ ഒരുതരം നിന്ദ അത് പാടില്ല എന്നർത്ഥം. ബഹുമാനപൂർവ്വം സന്തോഷം സംസാരിക്കൂ, ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ ശീലിക്കൂ. വളരെ വേറൊരാളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കൂ. അതുകൊണ്ടായിരിക്കില്ലേ അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം പറയുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവില്ലേ? ആ സന്തോഷം എന്തിനു കളയണം? അദ്ദേഹം അത് അനുഭവിക്കട്ടെ. ആ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം പറയട്ടെ, കേൾക്കാം. അതുകൊണ്ട് ചോദിക്കുന്നു, യഥർത്ഥം ത്വം ഇഹാഗത, എന്തിനാണ് അങ്ങ് വന്നതെന്ന് പറയൂ. അപ്പൊ മനുരുവാച 22 നോക്കൂ. മനു എന്ന രാജാവ് അങ്ങോട്ട് പറഞ്ഞു, ബ്രഹ്മാവ് എല്ലാ വർണ്ണങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ശാന്തമായ സുന്ദരമായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നൊന്നിനേക്കാൾ മേലെയൊന്നുമില്ല, ഒന്നൊന്നിനേക്കാളും താഴെയും ഇല്ല. അതുകൊണ്ട് സന്തോഷം. ഏതായാലും ഞാനിപ്പോ വന്നിരിക്കുന്നത് എൻ്റെ മകൾ ദേവഹൂതി സുന്ദരിയാണ്, ചാരിത്രശുദ്ധിയുള്ളവളാണ്. അപ്രത്താചതവാത്മജ, മറ്റൊരാൾക്ക് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ലാത്തവളാണ്. വേറൊരാൾക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ലാത്തവളാണ് എന്നർത്ഥം. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഒരു രീതി? ഇയാള് വലുതാകുമ്പം ഇയാളെ കൊണ്ട് കെട്ടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കില്ലേ? അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് വിവാഹം കഴിക്കൂ. അങ്ങ് ഉപകുർവാണൻ ആണല്ലോ. ഉപകുർവാണൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ കാലഘട്ടം കഴിഞ്ഞാൽ ബ്രഹ്മചര്യം അവസാനിപ്പിക്കുന്നവനാണ്. ഇപ്പൊ ബ്രഹ്മചര്യത്തിലാണ്, പക്ഷെ ബ്രഹ്മചര്യം അവസാനിപ്പിക്കും. അതുകൊണ്ട് ഉപകുർവാണ. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യൂ? പല ന്യായവും പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ മകളെ അങ്ങ് സ്വീകരിക്കൂ എന്ന് അങ്ങോട്ട് പറയാണ്. ഇത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കല്യാണം? പെൺകുട്ടിയെ കൊണ്ട് അച്ഛനമ്മമാര് അങ്ങോട്ട് പോയിട്ട് ഒരു പുരുഷന്റെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ മകളെ സ്വീകരിക്കണം എന്ന് അങ്ങോട്ട് തൊഴുതോട് പറഞ്ഞാൽ ആരായാലും എന്താ വിചാരിക്കുള്ളൂ? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, അല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടു തരുവോ എന്ന് ചിന്തിക്കും. അല്ല എടുക്കാച്ചിറക്കാണോ എന്ന് സംശയിച്ചളയാം ഇല്ലേ? സംശയിക്കും. അവിടെയാണ് നമ്മള് ഭാരതീയമായ പുരാണ സങ്കല്പം അനുസരിച്ച് വിവാഹങ്ങൾ 8 തരത്തിലുണ്ടെന്ന് പറയും. ബ്രാഹ്മം, ആർഷം, പ്രാജാപത്യം, ഗാന്ധർവം, രാക്ഷസീയം, പൈശാചികം എന്നൊക്കെ പറഞ്ഞിട്ടേ പലതരത്തിലെ വിവാഹമുണ്ട്. അതിൽ ബ്രാഹ്മ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ വരൻ ആണ് എന്ന് കണ്ടാൽ, ആരാ വരൻ? കല്യാണം കഴിക്കാൻ പോകുന്നവൻ, അങ്ങനല്ലേ മനസ്സിലാക്കിയിട്ടുള്ളത്? വരനാവുന്നത് അഥവാ കല്യാണം കഴിക്കാൻ ഒരാളെ തീരുമാനിച്ചിരിക്കുന്നത് ആള് വരനായത് കൊണ്ടാണ്. വരനായാലേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആരാ വരൻ? നല്ല ഗുണങ്ങൾ തികഞ്ഞവനാണ് വരൻ. നല്ല ഗുണങ്ങൾ തികഞ്ഞവനാണോ അവനാണ് വരൻ. അപ്പൊ അങ്ങനെ ഒരു വരനാണ് ഒരു പുരുഷൻ എന്ന് കണ്ടാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് കുട്ടിയെ കൊടുക്കുന്ന വിവാഹ സമ്പ്രദായമാണ് ബ്രാഹ്മ വിവാഹം. അതുകൊണ്ടാണ് ആദ്യോ വൈവാഹികോ വിധി എന്ന് പറയാൻ കാര്യം. അപ്പോ ഇവിടെ എന്താ യോഗ്യത നോക്കൂ. രാജകുമാരിയെ ആണ് അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടു കൊടുക്കുന്നത്. രാജകുമാരി, ഈ രാജകുമാരി ആയിരിക്കുന്ന ദേവഹൂതിയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. പുസ്തകം എടുത്തോളൂ, കാണാം. 17ാമത്തെ ശ്ലോകം. യാം ഹർമ്യപൃഷ്ഠേ ത്വണദംഘ്രിശോഭാം വിക്രീഡതിം കന്തുകവിഹ്വലാക്ഷീം വിശ്വാവസുർണ്യപതത് സ്വാത്മിമാനാത് വിലോക്യ സമ്മോഹ വിമൂഢചേതാ എന്ന് പറഞ്ഞാൽ നോക്കൂ, വിശ്വാവസു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ, അദ്ദേഹം വിമാനത്തിൽ കയറിയിട്ട് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദേവഹൂതി എന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ ഹർമ്യപൃഷ്ഠം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവില് അതിമനോഹരമായിട്ട് പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. പന്ത് തട്ടിക്കളി കന്തുക ക്രീഡ എന്ന് പറയും. കഥകളിലൊക്കെ കാണും. എന്തൊരു മനോഹരം എന്നറിയോ? പന്തിങ്ങനെ തട്ടി അതിമനോഹരമായിട്ട് തട്ടിക്കളിക്കുന്ന ആ ദേവഹൂതിയെ കണ്ടപ്പോ ഈ വിശ്വാവസു എന്ന ഗന്ധർവൻ നോക്കി നിൽക്കുക. മറ്റെല്ലാ ചിന്തയും വിട്ടിട്ട് നോക്കി നിൽക്കുക. ഇതെന്തൊരു അത്ഭുതം! കാരണം വിശ്വാവസു എന്ന ആള് ഇതുവരെ ഒരു യുവതികളെ കാണാത്ത ഒരാളാണെങ്കിൽ നോക്കി നിന്ന അത്ഭുതം അതിൽ പറയാനൊന്നുമില്ല, അത്ഭുതമുണ്ട്. എന്നാൽ ഈ വിശ്വാവസു എന്ന് പറഞ്ഞ ഗന്ധർവാധിപതിയാണ്. അനവധി സുന്ദരിമാരെ കണ്ട് പരിചയമുള്ള ആളാണ്. അപ്സര സുന്ദരിമാര്, കിന്നര സ്ത്രീകളൊക്കെ കണ്ട് നല്ല പരിചയമുള്ള ആ വിശ്വാവസു എന്ന ഗന്ധർവൻ പോലും നോക്കി നിൽക്കുന്ന സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്തൊരു സൗന്ദര്യമായിരിക്കും!
നോക്കി നിന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, നോക്കി നോക്കി നിന്നിട്ടെ വിമാനം പറത്തുന്നുള്ള ശ്രദ്ധ പോയിട്ട് വിലോക്യ സമ്മോഹ വിമൂഢചേത ന്യപതത് സ്വാത് വിമാനാത്, വിമാനം തകർന്ന് തരിപ്പണായിട്ട് താഴേക്ക് വീണു പോയിട്ട് അത്രയ്ക്ക് പരിഭ്രമം ഉണ്ടാവണമെങ്കിലോ. അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു ദേവഹൂതിക്ക് താൻ. അത്ര സുന്ദരിയായ ദേവഹൂതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കാട്ടില് ഒരു ഗതിയില്ലാത്ത, എങ്ങനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു ഗതിയില്ല, എന്തേ ഉള്ളൂ, നല്ല താടിയുണ്ട്, വൃദ്ധനായിട്ട് ആ ഒരു ഭാവത്തിലല്ലേ നോക്കൂ. പ്രജാപതി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. അപ്പൊ ആ ഭാവത്തിലാണ്, സൗന്ദര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ കയറിക്കിടക്കാൻ നല്ലൊരു സ്ഥലം പോലും ഇല്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ് ബ്രാഹ്മ വിവാഹം. വിവാഹം കഴിക്കുന്ന സമയത്ത് പുരുഷനുണ്ടായിരിക്കേണ്ടുന്ന ഗുണം സ്വഭാവശുദ്ധി, സംസ്കാരം തന്നെ, വേറൊന്നുമില്ല. ഇനി ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോ കർദമന്റെ മറുപടി എന്താ? കർദമ പ്രജാപതി പറഞ്ഞു, അങ്ങയുടെ മകളെ സുന്ദരിയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, എന്നെക്കുറിച്ച് സംശയം എനിക്കില്ല. പക്ഷേ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കേവലം സുന്ദരി ആയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം 20ാമത്തെ ശ്ലോകം നോക്കൂ. പരംപ്രമാണം ഭഗവാൻ അനന്ത, ഭഗവാൻ വന്ന് പറഞ്ഞു ആ ദേവഹൂതിയെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഇനി ആലോചിക്കൂ, എന്താ ബ്രാഹ്മവിവാഹം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന പുരുഷന് സമ്പത്തോ സൗന്ദര്യമോ തറവാടിത്തോ ഒന്നുമല്ല വിഷയം, സ്വഭാവ ഗുണം മാത്രം. ഇനി പെൺകുട്ടിയെ കുറിച്ച് വരന്റെ സങ്കല്പം എന്താ? സൗന്ദര്യമാണ്, രാജകുമാരിയാണ്, ഇതൊന്നുമില്ല. എന്താ വിചാരമുള്ളൂ? ഈശ്വരന്റെ വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടി വിവാഹം. ആ വിവാഹം ഗംഭീരമായിട്ട് നടന്നു. എന്താ ഗംഭീരം എന്ന് പറയാൻ കാര്യം? പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ടാണോ? തീർച്ചയായിട്ടും അല്ല. എത്ര സദ്യ വിളമ്പി നോക്കിയിട്ടാണോ? അതിന്റെ ആധ്യാത്മികമായ ഒരു ആശയത്തിന്റെ മഹത്വം കൊണ്ടാണ് ആ വിവാഹം ഏറ്റവും ഗംഭീരാവുന്നു എന്ന് പറയാൻ. 23ാമത്തെ അധ്യായം ഇവരുടെ ദാമ്പത്യ ജീവിതം വർണ്ണിക്കാൻ പോവാൻ. അതിമനോഹരമായ ദാമ്പത്യ ജീവിതം ഒക്കെ വായിക്കേണ്ടതാ. അതായത് പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വേ പതിമിംഗിത കോവിദ നിത്യം പര്യചരൽ പ്രീത്യാ ഭവാനീവ ഭവം പ്രഭും. നമ്മളെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ പാർവതിയും പരമേശ്വരനുമാണ്. ഭവാനിയും ഭവനും. എന്താ അവിടുത്തെ വിശേഷം? എത്ര വലിയ സ്നേഹമുള്ള ഒരാളാണെങ്കിലും ഭാര്യയ്ക്ക് ഒരു സാരി അല്ലെങ്കിൽ ഒരു നെക്ലേസ് ഇതൊക്കെ അല്ലേ കൊടുക്കുള്ളൂ, എന്തെങ്കിലും ഒരു വസ്തു കൊടുക്കും അല്ലേ? മഹാദേവൻ എന്താ ചെയ്തത്? തന്റെ ശരീരത്തിന്റെ തന്നെ പകുതി പാർവതി കൊടുത്ത ആളാണ്. അർദ്ധനാരീശ്വരൻ. ഒരിക്കലും പിരിയില്ല എന്നൊക്കെ സങ്കല്പമുണ്ട്. ഇവരൊരിക്കലും പിരിയില്ല. വാഗർത്ഥാഭിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ, വാക്കും അർത്ഥവും പോലെ എപ്പോഴും ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിലവിളക്ക് എന്നൊരു വാക്ക് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ അതിന്റെ അർത്ഥം വരുന്നത്? അപ്പൊ തന്നെ അർത്ഥല്ലേ, കൂടെ അർത്ഥല്ലേ? അതുപോലെ പരമശിവനും പാർവതിയും എപ്പോഴും ചേർന്നിട്ടാണ്. അതുപോലെ വിശുദ്ധമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം. നിത്യം പര്യചരൽ, നിത്യം പരിചരിച്ചു വന്നു ഞാൻ. ആ നിത്യം എന്നുള്ള വാക്കൊന്ന് അടിവരയിടണം. കാരണം എന്താ അറിയോ, സേവയൊക്കെ എത്ര കാലം ഉണ്ടാവും? ലേശം അല്ലെങ്കിൽ ഔട്ടോ ഇവിടുത്തെ സ്ത്രീകൾക്ക്, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ലേശം ഒരു വിഷമം തോന്നുന്നു എന്നോട് ഈ പറയുന്നതൊക്കെ. പ്രത്യേകിച്ച് ഞാനൊരു പുരുഷനായതുകൊണ്ടേ കുറച്ചൊരു അലോഗ്യം ഉണ്ടാവും. അലോഗ്യൊന്നും ഉണ്ടാവരുത്, കേൾക്കൂ. നിത്യം പരിചരിച്ചു വന്നു. എങ്ങനെ? പരമശിവൻ പാർവതി അവരുടെ വിവാഹ ജീവിതം പോലെ. ഇനി അടുത്ത നോക്കൂ. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ചഭോ. എന്തൊരു മനോഹരം! ഇതൊന്നും പറഞ്ഞാൽ തീരാത്ത ആശയങ്ങളാണ്. എന്ത് വിചാരിച്ചു? ശുശ്രൂഷ ഉണ്ടായിരുന്നു എന്നർത്ഥം. ശുശ്രൂഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇന്നലെ ഇതേ സമയത്ത് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ശ്രോതും ഇച്ഛാ ശുശ്രൂഷ. മറക്കരുത്. അത്രയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കും, നാം മനസ്സിലാവും, പിന്നെ മറന്നുപോയില്ല. നല്ല ശ്രദ്ധയോടുകൂടി ഇരുന്നുണ്ടെങ്കിൽ കൊത്തി വെച്ചതുപോലെ മനസ്സ് പതിയും. ശ്രോതും ഇച്ഛാ ശുശ്രൂഷ ആണ്. ഇനി അടുത്ത വാക്യം എന്താണ്? സൗഹൃദം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചുള്ള തോന്നുന്ന ഭാവം സൗഹൃദം. അടുത്ത വാക്കാണ്, അടിവരട്ട് വെക്കൂ. വാചാ മധുരയാ ചഭോ. മാധുര്യമുള്ള വാക്ക് പറഞ്ഞു ഞാൻ. എങ്ങനെയാ മധുരമുള്ള വാക്ക് പറയാ? ഒരു കഷ്ണം ശർക്കരയും കടിച്ചു പിടിച്ച് വർത്തമാനം പറയാം, നല്ല മധുരം പുറത്തേക്ക് വരുമോ? എങ്ങനെയാ മധുരം വരിക? ചിന്തിക്കൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മരിക്കുന്നത് വരെ മറന്നു പോകരുത്. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാ.
ഏതൊരു പുരുഷന്റെയും ഏതൊരു സ്ത്രീയുടെയും ശരീരത്തിന് 9 ദ്വാരങ്ങളാണ്, അല്ലേ? നവദ്വാരേ പുരേ ദേഹി, 9 ദ്വാരങ്ങളാണ്. ഈ 9 ദ്വാരങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നത് മാലിന്യമാണ്. എന്തെങ്കിലും ഒന്ന് നല്ലത് പുറത്തേക്ക് വരുന്നുണ്ടോ ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്നും? കണ്ണ് കാണാൻ എന്തൊരു ഭംഗി! കവികൾ പറയും മനോഹരമായ കണ്ണ്. കണ്ണിനെ കുറിച്ചൊക്കെ ആൾക്കാർ വർണ്ണിക്കുന്ന കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ണിനെ കുറിച്ച്. പക്ഷേ കണ്ണിന്ന് പുറത്തേക്ക് വരുന്നതോ രാവിലെ കാണുന്നില്ലേ? എന്തിനു പറയാണ്ടിരിക്കണം? എല്ലാവരുടെ ഉള്ളിലേക്ക് കഥ ഇതാണ്. മൂക്ക് കാണാൻ എന്തൊരു ഭംഗി! അതിമനോഹരമായ നാസാദണ്ഡം എന്നൊക്കെ ഇങ്ങനെ പറയും കവികളെ. ജലദോഷം പിടിച്ച് മൂക്കത്ത് വരുന്ന കണ്ടാലോ ആൾക്കാർക്ക് നെറ്റി ചുളിയും, കേൾക്കുമ്പോഴേ ദേഷ്യം വരും. അപ്പോ ബാക്കിയുള്ള കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. അത് ലോകസുന്ദരിയാണെങ്കിലും പിച്ചക്കാരിയാണെങ്കിലും, ലോകസുന്ദരനാണെങ്കിലും പിച്ചക്കാരനാണെങ്കിലും. അപ്പോ അങ്ങനെ ഒരു ശരീരത്തിൽ നിന്നും നല്ലതെന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കാനെങ്കിലും കഴിയുന്നത് വായാണ്, വാക്കാണ്. ആ വാക്ക് നല്ലതായിട്ട് പറഞ്ഞൂടെ? എന്തെങ്കിലും ചിലവുണ്ടോ വാക്ക് നല്ലത് പറയാൻ? ഒരു പ്രയാസമില്ല. അപ്പൊ 7 ദിവസത്തെ ശ്രദ്ധയോടുകൂടിയുള്ള ഭാഗവത ശ്രവണം കഴിയുമ്പം നമ്മൾ തീരുമാനിക്കണം, നല്ല വാക്ക് പറയണം. നിർബന്ധമായിട്ട് ഉറപ്പിച്ച് ശീലിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താവിനോട് നല്ല വാക്ക് പറയുന്നു, ഭർത്താവ് ഭാര്യയോട് നല്ല വാക്ക് പറയുന്നു, അച്ഛൻ മക്കളോട് നല്ല വാക്ക് പറയുന്നു, മക്കള് അച്ഛനോട് നല്ല വാക്ക് പറയുന്നു. കഴിഞ്ഞില്ലേ? സ്വർഗമായില്ലേ പിന്നെ ജീവിതം? ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പോയി വീഴുകയാണെങ്കിലും നല്ല വാക്ക് പറഞ്ഞൂടെ? എന്താ പറഞ്ഞാൽ പക്ഷെ മനുഷ്യൻ പറയോ? മിക്കവാറും പേര് പറയില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഷയില് എത്ര നല്ല വാക്കുണ്ട്, എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? രാവിലെ ഭാര്യ ദോശ ഉണ്ടാക്കി തന്നാൽ നല്ല ദോശയായിരുന്നു പറയുവോ? ചോദിച്ചാൽ തന്നെ എന്താ പറയുള്ളൂ? ആ ചോദിക്കാണ്ടങ്ങ് പറഞ്ഞേക്കണം, നന്നായിരുന്നു ദോശ, അല്ലെ നന്നായിരുന്നു ഇന്നത്തെ ഭക്ഷണം. എന്താ പറഞ്ഞാൽ പറയില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ എന്താ പറയും? കുഴപ്പമില്ല, തരക്കേടില്ല, ഇങ്ങനെയൊക്കെ പരമാവധി പറയാന്നല്ലാതെ തുറന്നു പറയില്ല. അപ്പൊ അതുകൊണ്ട് ശീലിക്കൂ, നല്ലത് പറയൂ. ഭർത്താവിനോട് ഭാര്യ നല്ല വാക്ക് പറയാ. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ സുഖിപ്പിക്കുന്ന വാക്ക് പറയാന്നുള്ളതല്ല, പ്രിയമുള്ള സത്യമുള്ള വാക്ക് പറയാ. അതുകൊണ്ട് വാചാമധുരയാചഭോ, മഹാഭാരതത്തില് വേദവ്യാസ മഹർഷി പറഞ്ഞൊരു ആശയമുണ്ട്, ചൊല്ലാം. സാധുവാക്യ പ്രധാനേന, നല്ല വാക്ക് പറയുന്നത് കൊണ്ട് സർവേ തുഷ്യതി ജന്തവ, എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കുന്നു. തസ്മാത്, അതുകൊണ്ട് തദേവ, അത് തന്നെ. ഏത് തന്നെ? നല്ല വാക്ക് തന്നെ. വക്തവ്യം, പറയപ്പെടേണ്ടതാകുന്നു. തസ്മാത് തദേവ വക്തവ്യം. 4ാമത്തെ വരിയാണ് ഏറ്റവും സുന്ദരം. വചനേ കാ ദരിദ്രത. ഏതെങ്കിലും ഒരു ഭാഷയില് നല്ല വാക്കിന് വല്ല പഞ്ഞുണ്ടോ? പറഞ്ഞൂടെ? തീർച്ചയായിട്ടും. അതാണ് വാചാമധുരയാചഭോ. അടുത്ത വരി നോക്കൂ. വിസർജ്യ, വിസർജിച്ചിട്ട്. ചിലതൊക്കെ വിസർജിച്ചു എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഉപേക്ഷിച്ചു എന്നർത്ഥം. എന്തൊക്കെ ഉപേക്ഷിച്ചു? കാമം, ദംഭം, ദ്വേഷം, ലോഭം, അഘം, മദം, ഇതൊക്കെ ഉപേക്ഷിച്ചു. ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന ദുർഗുണങ്ങളാണ്. ഓരോന്നായി നോക്കാം. കാമം. കാമം എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, രാവിലെ തന്നെ കാമം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ വിചാരിക്കരുത്. എന്തേ അർത്ഥമുള്ളൂ? ആഗ്രഹം, അത്രേ അർത്ഥമുള്ളൂ. അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു. ദംഭം, ഞാൻ എത്ര കേമനാണ്, നീ എത്ര മോശക്കാരിയാണ്, ഞാൻ എത്ര കേമത്തിയാണ്, നിങ്ങൾ എത്ര മോശക്കാരനാണ്, ഈ ഭാവമാണ് ദംഭം. അതുണ്ടായിരുന്നില്ല. അടുത്തത് നോക്കൂ. ദ്വേഷം, വിദ്വേഷം, പറയേണ്ട ആവശ്യമില്ല. അടുത്തത് ലോഭം. എന്താ ലോഭം എന്ന് പറഞ്ഞാൽ? ലോഭം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കേട്ടിട്ടില്ലേ ധാരാളമായിട്ട്? ലോഭം, ലോഭം കേൾക്കും. ചിന്തിക്കൂ. ലോഭം എന്നുള്ള വാക്കിന്റെ അർത്ഥം കിട്ടിയത് പോരാ എന്നുള്ള ഭാവമാണ്. കിട്ടിയത് പോരാ എന്നുള്ള ഭാവമാണ് ലോഭം. അപ്പോ കാമമാണോ ലോഭമാണോ കൂടുതൽ ഭീകരം? കാമാണോ ലോഭാണോ കൂടുതൽ? ലോഭം. സംശയമില്ല, ലോഭമാണ്. കാരണം എനിക്ക് കാറ് വാങ്ങണം എന്നൊരു കാമം ഉണ്ടായി എന്ന് വിചാരിക്കൂ. ആ കാമം എപ്പോ തീരും? ഒന്നുകിൽ കാറ് വാങ്ങിയാൽ തീരും, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് കാറ് വാങ്ങാൻ പറ്റില്ല എന്ന് ബോധ്യയിൽ തീരും. ആ കാമം അവസാനിക്കും, അഥവാ കാമം അവസാനിക്കും. ലോഭമോ? ലോഭം അവസാനിക്കുമോ? ഈ കാറ് പോരാ, ഈ കാറ് പോരാ, ഈ കാറ് പോരാ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ലോകത്തുള്ള ഏറ്റവും വില കൂടിയ കാറ് വാങ്ങിയാൽ പോലും സമാധാനാവില്ല. ഏറ്റവും വില കൂടിയ കാറ് വാങ്ങി, ഏറ്റവും സൗകര്യമുള്ള കാറ് വാങ്ങി, അപ്പോഴും വേണമെങ്കിൽ എന്ത് വിചാരിക്കാം? ഒന്നുകൂടി വേണം, ഒന്നുകൂടി വേണം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ?
ഇതെപ്പോഴും അവസാനിക്കുക. അപ്പൊ ലോഭമാണ് കൂടുതൽ ഭീകരം. അപ്പൊ സ്വയം ചിന്തിക്കേണ്ടതാണ്, എനിക്ക് ലോഭമുണ്ടോ, കിട്ടിയത് പോരാ എന്നുള്ള വിചാരമുണ്ടോ, ചിന്തിക്കൂ. ഇത് ഉപേക്ഷിച്ചാൽ ആർക്കാ സൗകര്യം? ഇത് ഉപേക്ഷിച്ചാൽ, നിങ്ങൾ ഉപേക്ഷിച്ചാൽ എനിക്ക് എന്താ ഗുണം, ഞാൻ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ഉപേക്ഷിച്ചാൽ എനിക്ക് കൊള്ളാം, ഇതല്ലേ അവസ്ഥ. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കൂ, ലോഭം, അധം, പാപചിന്തകൾ, മതം, അഹങ്കാരം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് സേവിച്ചു വന്നു. എന്നാ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. ഇങ്ങോട്ട് യാതൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് പോലും സേവിക്കുന്നതിൽ ഒരു കുറവും വന്നില്ല. കാലം കഴിഞ്ഞു. ഇവിടെ എന്താ അവസ്ഥ? അതിസുന്ദരമായിട്ട് അത്യധികം മനോഹരിയായിട്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞു വന്ന ആ ദേവഹൂതിയുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പം തൊലിയൊക്കെ ചുക്കിളിച്ചുളിഞ്ഞ്, മുടിയൊക്കെ ജടപിടിച്ച്, ആകപ്പാടെ വികൃത വേഷമായി. എന്നിട്ട് പോലും സേവിക്കുന്നതിൽ ഒരു കുറവ് വരുത്തിയില്ല. കാലം കഴിഞ്ഞു. ഒരു ദിവസം ഈ കർദമ പ്രജാപതി പറയാണ്, തുഷ്ടോഹം, നിന്റെ ഈ സേവനത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായി, വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുമോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും ചോദിക്കുമെന്നുള്ള പ്രതീക്ഷ ഉറച്ച ബോധ്യമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ചോദിക്കാതിരിക്കില്ല, എപ്പോഴെങ്കിലും ചോദിക്കും, എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ കർദമ പ്രജാപതി അതിസുന്ദരമായിട്ടൊരു വിമാനം അവിടെ തയ്യാറാക്കുന്നു. കാരണം ദേവഹൂതി ആവശ്യപ്പെടുന്നത് ഒരു കുഞ്ഞു ജനിക്കണം എന്നാണ്. കുഞ്ഞു ജനിക്കണം എന്ന് ആവശ്യപ്പെട്ടതോടെ വിമാനം ഉണ്ടാവുന്നു. സുഖമായിട്ട് വിമാനത്തിലേക്ക് കയറി പോകുന്നു എന്നാണ്. വിമാനത്തിൽ അങ്ങനെ കയറിപ്പോയി. അതിസുന്ദരമായിട്ടൊരു യാത്രയാണ്. ആ വിമാനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ദേവഹൂതി നോഥ വിധായ എന്നാണ് 9 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നാണ്. 9 പെൺകുട്ടികൾ ഉണ്ടാവണേ കാലത്ര വേണം? മനുഷ്യന്റെ കാര്യമല്ലേ, ചിന്തിച്ചു നോക്കൂ. എത്ര കാലം വേണം? അത്രയും കാലം സുഖമായിട്ട് കഴിഞ്ഞു വന്നു. ഈ സുഖം അനുഭവിക്കുമ്പോൾ കാലം പോകുന്നത് അറിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കർദമ പ്രജാപതി തീരുമാനിച്ചു, വിമാനം താഴേക്ക് ഇറക്കാം. അങ്ങനെ വിമാനം താഴത്തേക്ക് ഇറക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിതാ പഴയതുപോലെ തപസ്സിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പം 24-ാമത്തെ അധ്യായം, അങ്ങനെ പറയരുത്, ഭഗവാന്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി കുറച്ചു കാലം എന്റെ കൂടെ താമസിക്കൂ, ഒരു ആൺകുഞ്ഞുണ്ടാവണ്ടേ എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ പെൺകുട്ടികളോട് ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചപ്പം ആ കർദമ പ്രജാപതി പറഞ്ഞു, ധൃതവ്രതാസി ഭദ്രം തേ ദമേന തപോ ദ്രവിണദാനേശ്ച ശ്രദ്ധയാച ഈശ്വരം ഭജ. ഈശ്വരം ഭജിച്ചുകൊണ്ടിരിക്കൂ, ഗർഭകാലമാണ് എന്ന് പറഞ്ഞു. കാലം കഴിഞ്ഞപ്പം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന കർദമം വീര്യമാപന്ന യജ്ഞേഗ്നിരിപദഹരുണി. കപില വാസുദേവനായി ഭഗവാൻ കർദമന്റെയും ദേവഹൂതി എന്ന അമ്മയുടെയും മകനായി ജനിക്കുന്നു എന്നാണ്, അഥവാ അവതരിക്കുന്നു എന്നാണ്. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി മുതലായതൊക്കെ ഉണ്ടായി. ഇനി ആ കപില വാസുദേവൻ വളർന്നു വരുന്നതും സഹോദരിമാർക്ക് വിവാഹം ചെയ്തു നൽകുന്നതും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഗംഭീരമായ കപിലോപദേശം. അതടുത്ത ഘട്ടത്തിൽ കേൾക്കാം.